അതിനെ വിളിക്കുന്നത് ഫീനിക്സ് പക്ഷിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ഫീനിക്സ് പക്ഷി മരുഭൂമിയിൽ ഒരു ചിതയുണ്ടാക്കി ആ ചിതയിലേക്ക് ചാടി ആത്മാഹുതി നടത്തുകയാണ്. ഏതാനും നിമിഷം കൊണ്ട് ഐതിഹാസികമായ ജീവിതം ഒരു പിടി ചാരം മാത്രമായി തീരുന്നു. നമുക്ക് തോന്നുന്നു എല്ലാം അവസാനിച്ചുവെന്ന്. പക്ഷേ ആ നിതാന്ത ശൂന്യതയിൽ നിന്ന്, ഇരുണ്ട ചാരത്തിൽ നിന്ന് കുറച്ചു കഴിയുമ്പോൾ ഒരു കൊച്ചു പക്ഷി ആകാശത്തിലേക്ക് പറന്ന് ഉയരുകയാണ്. മനുഷ്യന്റെ ഉയർപ്പിന്റെ, മനുഷ്യന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒക്കെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമാണ് ഈ ഫീനിക്സ് പക്ഷിയുടെ കഥ. ഇതുപോലെ തന്നെ ക്രൈസ്തവ ദൈവശാസ്ത്രജ്ഞന്മാരൊക്കെ ഈ ഫീനിക്സ് പക്ഷിയിൽ ക്രിസ്തുവിനെ കാണുകയുണ്ടായി. ഇതുപോലെ തന്നെ മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് പാപത്തെ മൂലം ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. നിലപാട് പറയുന്നു, വഖഫ് നിയമം നല്ലതാണെന്ന് പറയുന്നു, എംപിമാർക്ക് കത്ത് കൊടുക്കുന്നത് പാസ്സാക്കാൻ ആ ഒരു നിലപാട് ശരിയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഇത്ര വലിയ വിഭജനത്തിലേക്ക് ഈ നിയമം മാറുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് അത് തീരുമാനമെടുക്കുമ്പോൾ ഒരു അവൈലബിൾ ആയിട്ടുള്ള മെത്രാന്മാരൊക്കെ ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുകയും അല്ല. അന്ന് അത് ആവശ്യമാണെന്ന് കരുതി അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളൂ. പക്ഷെ പിന്നീട് അത് തിരുത്തപ്പെട്ടു പോയെന്ന് തോന്നുന്നുണ്ട്. അല്ല, പിന്നീട് ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ അത് തിരുക്കത്തിലെടുത്തൊരു തീരുമാനമാണെന്ന് തോന്നുന്നുണ്ട്. ഞാനത് അങ്ങനെ പറയില്ല. അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം അവരെടുത്തു. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, മുൻപത്തെ ആളുകളെ മുൻകൂട്ടി കണ്ടു. വേറെ ഒന്നും ഇഷ്യൂസ് ആയിട്ടുള്ള ഇരുന്നിട്ടല്ല. മുൻപത്തെ ജനങ്ങളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് അത് ദൂരീകരിക്കാൻ വേണ്ടി ഒരുപക്ഷെ ഈ നിയമം മാറ്റം സഹായിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം അവർ KCBC പറഞ്ഞതാണ്. KCBC എന്ന് പറയുമ്പോൾ കേരള കത്തോലിക്ക മെത്രാന്മാരുടെ സമിതിയാണ്, എല്ലാവരും. അപ്പോൾ അത് ഞാനും അതിനകത്ത് പക്ഷെ വാസ്തവം പറഞ്ഞ് ഞാൻ അന്ന് അമേരിക്കയിലായിരുന്നു. ഞാൻ അമേരിക്കയിൽ ഒരു പരിപാടി എന്തും ചെയ്യാമെന്ന് ഞങ്ങൾ ഇന്നാൾ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ പറയുണ്ടായി. അത് തീർക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ മുഖ്യമന്ത്രിക്ക് ഈ നിയമപരമായിട്ടുള്ള പല കാര്യങ്ങളുണ്ടല്ലോ. പിന്നും കൂടി നമ്മുടെ KV തോമസ് മാസ്റ്റർ എന്നെ വിളിച്ചിരുന്നു. തോമസ് മാസ്റ്റർ പറഞ്ഞു, ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കണമെന്നാണ് മുഖ്യമന്ത്രിക്ക് താല്പര്യമെന്ന് തോമസ് മാസ്റ്റർ എന്നോട് പറഞ്ഞു. അതിനുവേണ്ടി നമുക്കൊരു ദിവസം മുഖ്യമന്ത്രിയെ പോയി കാണാം എന്ന് കൂടി തോമസ് മാസ്റ്റർ പറഞ്ഞു. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങൾ പോയിട്ട് ഒന്നുകൂടി മുഖ്യമന്ത്രിനെ കാണുന്നതായി. അത് നമ്മൾ ഒരുമിച്ച് വന്നിട്ട് ചർച്ച ചെയ്ത് നടത്താണെങ്കിൽ അത് കഥയിലൂടെ നമുക്കൊരു ഉപകാരമില്ലാതെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പറയാൻ പറ്റും അല്ലേ. ഇതുകൊണ്ട് ഇപ്പൊ കേട്ടിടത്തോളം അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയതുകൊണ്ട് പോലും നമുക്കൊരു ഉപകാരമില്ലാതെന്നാണ് കേൾക്കുന്നത്. കാരണം ഈ മുൻകാല പ്രാബല്യം ഇല്ലാത്ത ഒരു പരിപാടിയായിട്ടാണ് അതിനെ കാണുന്നത്. പക്ഷെ മുൻകാല പ്രാബല്യം അവർ പാർലമെന്റിൽ അവതരിപ്പിച്ചത് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് അപ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതായി നമ്മൾ സപ്പോർട്ട് ചെയ്യും. കാരണം അതുകൊണ്ട് നമ്മൾ മുസ്ലിമുകളുമായിട്ട് വഴിക്കിടാനോ അവരെ അകറ്റി നിർത്താനോ അങ്ങനെയൊന്നും നമ്മൾക്ക് ഇപ്പോൾ സാധിക്കാരി ചരിത്രം നമ്മുടെ പാണക്കാട് സാധിക്കാരി തങ്ങളും അതുപോലെ മറ്റുള്ള മുസ്ലിം നേതാക്കളൊക്കെ ഞങ്ങളെ ഒന്ന് കാണുകയുണ്ടായി. അവർ പറഞ്ഞത് എന്ത് വേണേലും ഇതിനു വേണ്ടി നമ്മൾക്ക് ചെയ്യാം എന്നാണ് പറഞ്ഞത്. അപ്പൊ അവരും ഇത് തീർക്കണം എന്നുള്ള അവിടെ ഉള്ള പള്ളി ഉണ്ടല്ലോ, അവിടെ ആ ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരിക്കും ഈ ഫംഗ്ഷൻസ് നടക്കുക. ധാരാളം മെത്രാന്മാരും കർദിനാൾമാരും അച്ഛന്മാരും സന്യാസികളും അതുപോലെ നാട്ടുകാരെല്ലാവരും, പ്രത്യേകിച്ച് പത്രപ്രവർത്തകരായ നിങ്ങളെ ഓരോരുത്തരെയും വളരെ സന്തോഷത്തോടു കൂടി ആ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ വരണം. ഞാനിന്ന് നിങ്ങൾക്ക് വാട്സപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിരിയാണിയൊക്കെ തരണമെന്ന് വിചാരിച്ചതാണ്. അപ്പൊ പറഞ്ഞ ബിരിയാണി ഒന്നും കൊടുക്കണ്ട, കൊടുക്കണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ് ബിരിയാണി ഞാൻ വാങ്ങിച്ചത്. അല്ലെങ്കിൽ ഞാൻ എവിടെ നിന്നെങ്കിലും ബിരിയാണി കൊണ്ടുവന്നേനെ.
പറഞ്ഞ ആളെ പറയുന്നില്ല. പക്ഷെ ഞങ്ങൾ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്, ജിലേബി കൊണ്ടുവന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഇത്ര ആളുകളുള്ളൂ, 2-3 വെച്ചടിക്കാൻ പറ്റും. അപ്പൊ ഒരു ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ചതുപോലെ ആവും.